തോമസ് MLA വീണു പരിക്കേറ്റ സംഭവത്തിൽ കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി സംഘാടകരായ മൃദംഗവിഷ്ണുവിനെതിരെ ഗുരുതര ആക്ഷേപം. നൃത്തപരിപാടിക്ക് എത്തിയവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല എന്നാണ് പരാതി. നടി ദിവ്യ ഉണ്ണിയുടെ പേരിലും പരസ്യത്തിനായും വൻ തുക മൃദംഗവിഷൻ പിരിച്ചെടുത്തു. വയനാട് മേപ്പാടി ആസ്ഥാനമായുള്ള മൃദംഗവിഷനാണ് കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയുടെ സംഘാടകർ. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യമാണ് മൃദംഗവിഷൻ സംഘടിപ്പിച്ചത്. തമിഴ്നാടിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള കേരളത്തിലെ നൃത്ത പരിപാടി എന്നാണ് നൽകിയ പ്രചാരണം. ഇത് സർക്കാർ പരിപാടി എന്ന് തെറ്റിദ്ധരിച്ചാണ് പലരും എത്തിയത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരാളിൽ നിന്നും വാങ്ങിയത് 3,500 രൂപ. പങ്കെടുക്കുന്നവർക്ക് വസ്ത്രങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി. മേക്കപ്പ് അടക്കമുള്ള ചെലവുകൾ നൃത്തം അവതരിപ്പിക്കാനെത്തുന്നവർ സ്വയം വഹിക്കണം. നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കൊപ്പം എത്തുന്നവർക്ക് പരിപാടി കാണാൻ വേറെ ടിക്കറ്റും എടുക്കണം. ചുരുക്കത്തിൽ ഇത്ര പണം പിരിച്ചിട്ടും ഒരു കുപ്പിവെള്ളം പോലും നൽകാൻ സംഘാടകർ തയ്യാറായില്ലെന്ന് ചുരുക്കം. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. എന്തായാലും സംഘാടനത്തിൽ വലിയ പിഴവ് തന്നെ വന്നിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ വാഹന ക്രമീകരണം ഒരു കുട്ടിക്ക് നമ്മൾ ഇത്ര വെച്ചു. ഇപ്പൊ ഒരു ബസ്സിൽ കുട്ടിയുടെ കൂടെ പേരന്റ് ഉണ്ട്, പേരന്റ് വേറെ പൈസ കൊടുക്കണമായിരുന്നു. എന്തായാലും ഇവർ 4 മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് അവർ പെട്ടെന്ന് പുറത്താക്കി കുട്ടികളെ. പരിപാടിക്കെത്തിയ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ പേരിലും പണം പിരിച്ചെന്ന ആക്ഷേപമുണ്ട്. പരസ്യത്തിനായി വൻ തുക പിരിച്ചെടുത്തു. ഇങ്ങനെ മൃദംഗവിഷൻ പിരിച്ചെടുത്തത് കോടിക്കണക്കിന് രൂപ. കലയുടെ പേരിലെ ഈ വൻ തട്ടിപ്പിന് ഇനി എന്ത് നടപടിയെന്നാണ് അറിയേണ്ടത്. കൊച്ചിയിൽ നിന്നും നിഖിൽ നിളയ്ക്കൊപ്പം YS അഭിനന്ദ്, 24.